അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റി H-1B വിസ പ്രോഗ്രാം ഉപയോഗിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് വിദേശിയെ നിയമിച്ചതിനെ വിമർശിച്ച് ഇന്ത്യാനയിലെ ഒരു റിപ്പബ്ലിക്കൻ MP രംഗത്ത് വന്നിരിക്കുകയാണ്. നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിന് യോഗ്യരായ അമേരിക്കക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇന്ത്യാന സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവായ ആൻഡ്രൂ അയർലൻഡിന്റെ ചോദ്യം. നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്ന ഇന്ത്യാന യൂണിവേഴ്സിറ്റി ഇന്ത്യാനാപോളിസിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലിക്ക് H-1B വിസ ഉപയോഗിക്കുന്നു എന്ന് ആൻഡ്രൂ അയർലൻഡ് എക്സിൽ കുറിച്ചു. ഈ ജോലിക്ക് യോഗ്യരായ ഒരു അമേരിക്കക്കാരൻ പോലും ഇല്ലെന്ന് ആരെങ്കിലും ഗൗരവമായി വിശ്വസിക്കുന്നുണ്ടോ? ആയിരക്കണക്കിന് മാർക്കറ്റിംഗ് ബിരുദധാരികളെ ഈ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ആൻഡ്രൂ അയർലൻഡ് പറഞ്ഞു. ഇതിനു മുമ്പും ആൻഡ്രൂ അയർലൻഡ് സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ H-1B വിസ ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. പാഡ്യൂ യൂണിവേഴ്സിറ്റി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ $1,49,000 വാർഷിക ശമ്പളത്തിൽ H-1B വിസയിൽ നിയമിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഈ ജോലിക്ക് $1,49,000 വാർഷിക ശമ്പളത്തിൽ യോഗ്യനായ ഒരു അമേരിക്കക്കാരനെ കണ്ടെത്താൻ കഴിയില്ലെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു ആൻഡ്രൂവിന്റെ ചോദ്യം. ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും ഇത് നിർത്തണമെന്നും ആയിരുന്നു ആൻഡ്രൂ അയർലൻഡിന്റെ ആഹ്വാനം. പാഡ്യൂ യൂണിവേഴ്സിറ്റി നോർത്ത് വെസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് $1,27,500 വാർഷിക ശമ്പളത്തിൽ H-1B അപേക്ഷ സമർപ്പിച്ചതിനെയും അദ്ദേഹം എതിർത്തിരുന്നു. ചിക്കാഗോ മേഖലയിൽ $1,27,500 വാർഷിക ശമ്പളത്തിൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ യോഗ്യരായ ഒരു അമേരിക്കക്കാരൻ പോലും ഇല്ലെന്ന് ആരെങ്കിലും ഗൗരവമായി വിശ്വസിക്കുന്നുണ്ടോ എന്നും ഇതേ യൂണിവേഴ്സിറ്റിക്ക് മാർക്കറ്റിംഗ് വിദ്യാർത്ഥികൾക്കായി ഒരു PhD പ്രോഗ്രാം പോലും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണ് H-1B വിസ എന്ന് വിശദമായി നോക്കാം. അമേരിക്ക വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന താൽക്കാലിക വർക്ക് വിസയാണ് H-1B വിസ. കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ ബിരുദമോ തത്തുല്യമോ ആവശ്യമായ ജോലികൾക്കാണ് ഈ വിസ നൽകുന്നത്. ടെക്നോളജി കമ്പനികൾ, കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. യോഗ്യരായ അമേരിക്കൻ തൊഴിലാളികളെ ലഭ്യമല്ലാത്തപ്പോൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള തസ്തികകളിലേക്ക് വിദേശികളെ നിയമിക്കാൻ ഇത് സഹായിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തൊട്ടാകെ 3,99,395 H-1B വിസ അപേക്ഷകൾ അംഗീകരിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3% വർധനമാണ്. ഇതിൽ 5.6% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണ്. സാധാരണയായി H-1B വിസ 3 വർഷത്തേക്കാണ് ആദ്യം അനുവദിക്കുന്നത്. ഇത് 6 വർഷം വരെ നീട്ടാൻ സാധിക്കും. എന്നാൽ തൊഴിൽ അടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 6 വർഷത്തിൽ കൂടുതൽ H-1B സ്റ്റാറ്റസ് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 1 വർഷമോ 3 വർഷമോ ആയിരിക്കും. ഇത് താൽക്കാലിക സ്റ്റാറ്റസിൽ നിന്ന് സ്ഥിര താമസത്തിലേക്കുള്ള ഒരു പാലമായി വർത്തിക്കുന്നു. H-1B വിസയുടെ ഭൂരിഭാഗം അപേക്ഷകളും വാർഷിക പരിധിയായ ക്യാപ്പിന് വിധേയമാണ്. നിലവിൽ ഓരോ സാമ്പത്തിക വർഷവും 65,000 സാധാരണ ക്യാപ് നമ്പറുകൾ ലഭ്യമാണ്. കൂടാതെ അമേരിക്കൻ മാസ്റ്റേഴ്സ് ബിരുദമോ അതിന് മുകളിലുള്ള യോഗ്യതയോ ഉള്ളവർക്കായി 20,000 നമ്പറുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മേക്ക് അമേരിക്ക, ഗ്രേറ്റ് അമേരിക്ക അല്ലെങ്കിൽ മാഗ വിഭാഗം H-1B വിസയ്ക്കെതിരെ രംഗത്തെത്തുന്നത് പതിവാണ്. ഇത് അമേരിക്കൻ ബിരുദധാരികളെ പിന്നോട്ടടിക്കുന്നുവെന്നും അമേരിക്കക്കാരുടെ ജോലികൾ മോഷ്ടിക്കുന്നു എന്നുമാണ് അവരുടെ വാദം. എന്നാൽ ഡൊണാൾഡ് ട്രംപ്, ഇലോൺ മസ്ക്, വിവേക് രാമസ്വാമി തുടങ്ങിയവർ ഇത് ലോകോത്തര പ്രതിഭകളെ ആകർഷിക്കാൻ സഹായിക്കുമെന്ന് പറയുന്നു.